ये रातें ये मौसम नदी का किनारा ये चंचल हवा, ये रातें ये मौसम नदी का किनारा ये चंचल हवा. 1941 ജൂൺ 28 ജോസഫ് അന്നമ്മ ദമ്പതികളുടെ മകനായിട്ടാണ് PJ ജോസഫിന്റെ ജനനം. എന്നാൽ PJ ജോസഫ് എന്ന രാഷ്ട്രീയക്കാരൻ ജനിക്കുന്നത് 1970-ലെ തിരഞ്ഞെടുപ്പ് കാലത്താണ്. അന്ന് കേരള കോൺഗ്രസിന് പൊതുസമ്മതനായ ചെറുപ്പക്കാരനെ തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയായി വേണമായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയായ ഘട്ടത്തിലായിരുന്നു PJ ജോസഫിന്റെ രാഷ്ട്രീയ പ്രവേശനം. 1979-ൽ PJ ജോസഫ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി. പിന്നീട് റവന്യൂ, കൃഷി, ജലവിഭവം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. എല്ലായിടത്തും തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതാണ് PJ ജോസഫിനെ വ്യത്യസ്തനാക്കുന്നത്. സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഹയർ എഡ്യൂക്കേഷൻ എന്നത് ലോകത്ത് എല്ലായിടത്തും സ്വീകാര്യതയുള്ള നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം, കേരളത്തിൻ്റെ വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അറിവുള്ള മാനേജബിലിറ്റിയുള്ള ഇപ്പം കേരളത്തിൻ്റെ വിഭവങ്ങളെല്ലാം, കാർഷിക വിഭവങ്ങളെല്ലാം സംസ്കരിച്ച് മൂല്യവർദ്ധിത വസ്തുക്കളാക്കുക, അതിനുതകുന്ന വിദ്യാഭ്യാസമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇനിയും നമുക്ക് ആ നിലവാരം പുലർത്തണം. കേരള കോൺഗ്രസ് പിളർന്നപ്പോഴും ലയിച്ചപ്പോഴും PJ ജോസഫ് അനിഷേധ്യനായ നേതാവായി തന്നെ തുടർന്നു. LDF-നും UDF-നും ഒരുപോലെ സ്വീകാര്യനായിരുന്നു PJ ജോസഫും അദ്ദേഹത്തിന്റെ പാർട്ടിയും. രാഷ്ട്രീയ വിവാദങ്ങളോ വ്യക്തിപരമായി ഉയർന്ന ആരോപണങ്ങളോ PJ ജോസഫ് എന്ന സൗമ്യനായ നേതാവിനെ തളർത്തിയില്ല. തൊടുപുഴയിൽ നിന്നും 10 തവണ നിയമസഭയിലെത്തി. ഭാര്യ ഡോക്ടർ ശാന്തയുടെയും മകൻ ജോർജ് ജോസഫിന്റെയും അകാല വിയോഗം PJ ജോസഫിൽ തീർത്ത ആഘാതം വലുതാണ്. അതുകൊണ്ട് തന്നെ തന്റെ പിറന്നാൾ ദിനത്തിൽ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് സാറിന് ആശംസകൾ നേരാൻ ജനങ്ങളും അണികളും ഇന്ന് പുറപ്പുഴയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.